പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായവില്ല. ഹോർമുസ് അടച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാൻ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്ന് പ്രധാനമന്ത്രി. പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ തടയാൻ സംസ്ഥാനങ്ങളുടെ സഹായം തേടി മോദി. ഓൺലൈനിലെ വ്യാജ പ്രചാരണം തടയാൻ കർശന നിർദ്ദേശം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഇല്ലാതാക്കണമെന്ന് നിർദ്ദേശം. സംസ്ഥാനമെങ്ങും പ്രചാരണാവേശം. വോട്ടെടുപ്പിന് ഇനി 12 നാൾ. പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് പാലക്കാട് ജില്ലയിൽ. വി ഡി സതീശിന്റെ റോഡ് ഷോ ഇന്ന് തിരുവനന്തപുരത്ത്. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. ചൂടുയരുമ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയും കൂടുന്നു. റെക്കോർഡ് ഭേദിച്ച് പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം. വ്യാഴാഴ്ചത്തെ ഉപയോഗം 10,908 കോടി യൂണിറ്റ്. വൈദ്യുതി ആവശ്യകത 5,836 മെഗാവാട്ടിലേക്ക് ഉയർന്നു. വിവിധ ഇടങ്ങളിൽ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം. വയനാട്ടിൽ കുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. ദൗത്യത്തിൽ പങ്കാളികളായി 5 കുങ്കിയാനകൾ. കാട്ടാന വനാതിർത്തിയിൽ. ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ അരുൺ സക്രയുടെ സംഘം. $10 കോടിയുടെ ഭാഗ്യശാലിയെ ഇന്നറിയാം. സമ്മർ ബമ്പർ നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 2-ന്. വിറ്റുപോയത് 42 ലക്ഷത്തോളം ടിക്കറ്റുകൾ. IPL 19ാം സീസണിന് ഇന്ന് തുടക്കം. മത്സരം രാത്രി 7:30-ക്ക് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.